കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ? പുസ്തകങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണിത്. നമുക്ക് ഈ ഫാക്ടറിയുടെ പ്രവർത്തന സമയം മാനേജറോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലോ? ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഫാക്ടറി പ്രവർത്തിക്കുന്നത് 2 ഷിഫ്റ്റുകളിലായിട്ടാണ്. ആദ്യ ഷിഫ്റ്റ് 6 AM മുതൽ 2 PM വരെയാണ്. ആദ്യ ഷിഫ്റ്റിൽ 45 മിനിറ്റ് വിശ്രമ സമയവും ഉണ്ട്. രണ്ടാമത്തെ ഷിഫ്റ്റ് 2 PM മുതൽ 9:30 PM വരെയാണ്. 35 മിനിറ്റ് വിശ്രമ സമയം രണ്ടാമത്തെ ഷിഫ്റ്റിൽ അനുവദിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഫാക്ടറി പ്രവർത്തിക്കുന്ന സമയങ്ങൾ കൂട്ടുകാർ മനസ്സിലാക്കിയില്ലേ? ഫാക്ടറി പ്രവർത്തിക്കുന്ന ആകെ സമയം എത്രയാണ്? കൂട്ടുകാരൊന്ന് കണ്ടെത്തി നോക്കൂ. ഹായ് കൂട്ടുകാരെ, കൂട്ടുകാർക്കൊക്കെ ഉത്തരം കിട്ടിക്കാണും അല്ലേ? കൂട്ടുകാർക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫാക്ടറി പ്രവർത്തിക്കുന്ന ആകെ സമയം കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞത് അല്ലേ? 2 ഷിഫ്റ്റുകളിലായാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ? ഒന്നാമത്തെ ഷിഫ്റ്റ് എപ്പോഴാണ് ആരംഭിക്കുന്നത്? രാവിലെ 6 മണിക്ക് 6 AM. നമുക്ക് ആ സമയം ക്ലോക്കിലൊന്ന് അടയാളപ്പെടുത്തിയാലോ? എപ്പോഴാണ് ഒന്നാമത്തെ ഷിഫ്റ്റ് അവസാനിക്കുന്നത്? ഉച്ചയ്ക്ക് 2 മണിക്ക് അല്ലേ? 2 PM. അപ്പോൾ ഒന്നാമത്തെ ഷിഫ്റ്റിൻ്റെ പ്രവർത്തന സമയം കണ്ടെത്താൻ കൂട്ടുകാർക്ക് കഴിയില്ലേ? 6 AM മുതൽ 2 PM വരെ എത്ര സമയമുണ്ടെന്ന് നോക്കിയാൽ പോരെ? കൂട്ടുകാരെല്ലാവരും ക്ലോക്കിലേക്കൊന്ന് നോക്കിയേ. ഇപ്പോൾ സമയം 6 മണി. മിനിറ്റ് സൂചി ക്ലോക്കിനെ ഒരു പ്രാവശ്യം മുഴുവനായി ചുറ്റിയാൽ 1 മണിക്കൂറാകും അല്ലേ? കൂട്ടുകാർക്കറിയാം. മിനിറ്റ് സൂചി ഒരു പ്രാവശ്യം ക്ലോക്കിനെ ചുറ്റിക്കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ സമയം 7 മണി. 6 മണിയിൽ നിന്ന് 7 മണിയാകാൻ 1 മണിക്കൂർ വേണം അല്ലേ? വീണ്ടും മിനിറ്റ് സൂചി ക്ലോക്കിനെ ഒരു പ്രാവശ്യം ചുറ്റാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 8 മണി അല്ലേ? അപ്പോൾ 6 മണിയിൽ നിന്ന് 8 മണിയാകാൻ എത്ര സമയം വേണ്ടി വന്നു? 2 മണിക്കൂർ അല്ലേ? ഈ രീതിയിൽ നമുക്ക് 2 PM ഉച്ചയ്ക്ക് 2 മണി വരെയാകാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് നോക്കാം. ഇപ്പോൾ സമയം 9 മണി. ഒരു പ്രാവശ്യം കൂടി ചുറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ മിനിറ്റ് സൂചി 3 പ്രാവശ്യം മുഴുവനായി ക്ലോക്കിനെ ചുറ്റിക്കഴിഞ്ഞു അല്ലേ? അതായത് 6 മണിയിൽ നിന്ന് 9 മണിയാകാൻ 3 മണിക്കൂർ വേണം അല്ലേ? വീണ്ടും മിനിറ്റ് സൂചി കറങ്ങുകയാണ്. ഇപ്പോൾ സമയം 10 മണി, 10 AM. 6 മണിയിൽ നിന്ന് 10 മണിയാകാൻ 4 മണിക്കൂർ വേണമല്ലേ? മിനിറ്റ് സൂചി 4 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞു മുഴുവനായിട്ട്. അപ്പോൾ 4 മണിക്കൂർ. വീണ്ടും മിനിറ്റ് സൂചി കറങ്ങുകയാണ്. ഒരു പ്രാവശ്യം കൂടി ചുറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി. 1 മണിക്കൂർ കൂടി കൂടുതലായി അല്ലേ? ആകെ 5 മണിക്കൂറായി അല്ലേ? വീണ്ടും മിനിറ്റ് സൂചി കറങ്ങുകയാണ്. ഇപ്പോൾ സമയം 12 മണി അല്ലേ? 1 മണിക്കൂർ വീണ്ടും കൂടി. അപ്പോൾ 6 മണിയിൽ നിന്ന് 12 മണിയാകാൻ 6 മണിക്കൂർ വേണ്ടി വന്നു അല്ലേ? മിനിറ്റ് സൂചി 6 പ്രാവശ്യം മുഴുവനായിട്ട് കറങ്ങി. ഒന്നാമത്തെ ഷിഫ്റ്റിൻ്റെ സമയം കഴിഞ്ഞോ? ഇല്ല അല്ലേ? 2 PM വരെയാണ് ഒന്നാമത്തെ ഷിഫ്റ്റ്. കൂട്ടുകാർക്കറിയാം. വീണ്ടും മിനിറ്റ് സൂചി കറങ്ങുകയാണ്.
ഇപ്പോൾ സമയം 1 മണി. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം അർദ്ധരാത്രി 12 മണി വരെ നാം PM സമയം പറയുക. കൂട്ടുകാർക്കറിയാം. അതായത് ഇപ്പോൾ സമയം 1 PM അല്ലേ? ഓക്കെ, 1 മണിക്കൂർ വീണ്ടും കൂടുതലായി അല്ലേ? അപ്പോൾ 6 മണിയിൽ നിന്ന് 1 മണിയാകാൻ 7 മണിക്കൂർ വേണ്ടി വന്നു അല്ലേ? അതായത് 7 പ്രാവശ്യം മിനിറ്റ് സൂചി ക്ലോക്കിന് വലം വെച്ച് കഴിഞ്ഞു. വീണ്ടും മിനിറ്റ് സൂചി കറങ്ങുകയാണ്. ഇപ്പോൾ സമയം 2 മണി അല്ലേ? ഒന്നാമത്തെ ഷിഫ്റ്റ് അവസാനിക്കുന്ന സമയമാണ് 2 മണി അല്ലേ? 2 PM. അപ്പോൾ 1 മണിക്കൂർ കൂടി കൂടുതലായി അല്ലേ? അപ്പോൾ 6 മണിയിൽ നിന്ന് 2 മണി വരെ എത്താൻ 6 AM to 2 PM, 6 AM മുതൽ 2 PM വരെ എത്താൻ എത്ര സമയം വേണ്ടി വന്നു? 8 മണിക്കൂർ അല്ലേ? അപ്പോൾ ആദ്യ ഷിഫ്റ്റിന്റെ സമയം 8 മണിക്കൂറാണ് അല്ലേ? ആദ്യ ഷിഫ്റ്റിന്റെ സമയം 8 മണിക്കൂർ. കൂട്ടുകാരെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഷിഫ്റ്റിന്റെ പ്രവർത്തന സമയം നോക്കാം. രണ്ടാമത്തെ ഷിഫ്റ്റ് എപ്പോഴാണ് ആരംഭിക്കുന്നത്? 2 PM അല്ലേ? എപ്പോഴാണ് അവസാനിക്കുന്നത്? 9:30 PM അല്ലേ? അപ്പോൾ 2 PM മുതൽ 9:30 PM വരെ എത്ര സമയമുണ്ടെന്ന് കാണണം അല്ലേ? കൂട്ടുകാരെ, നമുക്ക് രണ്ടാമത്തെ ഷിഫ്റ്റ് ആരംഭിക്കുന്ന സമയം ക്ലോക്കിൽ അടയാളപ്പെടുത്താം. എല്ലാവരും ക്ലോക്കിലേക്കൊന്ന് ശ്രദ്ധിച്ച്. ഇപ്പോൾ സമയം എന്താണ്? 2 മണി അല്ലേ? 2 PM. കൂട്ടുകാരെ നോക്കൂ, മിനിറ്റ് സൂചി ക്ലോക്കിനെ ഒരു പ്രാവശ്യം ചുറ്റുകയാണ്. ഇപ്പോൾ സമയം എത്ര? 3 PM, 3 മണി അല്ലേ? 2 PM നിന്ന് 3 PM എത്താൻ എത്ര സമയമെടുത്തു? 1 മണിക്കൂർ അല്ലേ? മിനിറ്റ് സൂചി വീണ്ടും ഒരു പ്രാവശ്യം ചുറ്റുകയാണ്. കൂട്ടുകാരെ, ഇപ്പോൾ സമയം എത്ര? 4 PM അല്ലേ? 4 മണി, വൈകുന്നേരം 4 മണി. 2 PM നിന്ന് 4 PM എത്താൻ മിനിറ്റ് സൂചി 2 പ്രാവശ്യം ക്ലോക്കിനെ ചുറ്റി അല്ലേ? അതായത് 2 PM മുതൽ 4 PM വരെ ഉള്ള സമയ ദൈർഘ്യം 2 മണിക്കൂർ. മിനിറ്റ് സൂചി ക്ലോക്കിനെ വീണ്ടും ഒരു പ്രാവശ്യം ചുറ്റുകയാണ്. ഇപ്പോൾ സമയം എത്രയാണ് കൂട്ടുകാരെ? 5 PM, 5 മണി അല്ലേ? വൈകുന്നേരം 5 മണി. ഇപ്പോൾ 2 PM നിന്ന് 5 PM എത്താൻ എത്ര സമയം വേണം? 3 മണിക്കൂർ അല്ലേ? അതായത് 3 പ്രാവശ്യം മിനിറ്റ് സൂചി ക്ലോക്കിനെ വലയം വെച്ച് കഴിഞ്ഞു. കൂട്ടുകാരെ, മിനിറ്റ് സൂചി വീണ്ടും ക്ലോക്കിനെ ഒരു പ്രാവശ്യം ചുറ്റുകയാണ്. ഇപ്പോൾ സമയം എത്രയാണ്? 6 PM അല്ലേ? ഇപ്പോൾ മിനിറ്റ് സൂചി ക്ലോക്കിന് 4 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞു. അതായത് 2 PM നിന്ന് 6 PM വരെ എത്താൻ 4 മണിക്കൂർ വേണം അല്ലേ കൂട്ടുകാരെ? രണ്ടാമത്തെ ഷിഫ്റ്റ് അവസാനിക്കുന്ന സമയമായോ? ഇല്ല അല്ലേ? 9:30 മാത്രമേ അവസാനിക്കൂ. ഇപ്പോൾ 6 PM മാത്രമേ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ ഷിഫ്റ്റ് അവസാനിക്കാൻ ഇനിയും സമയമുണ്ട്. മിനിറ്റ് സൂചി വീണ്ടും ക്ലോക്കിനെ ഒരു പ്രാവശ്യം ചുറ്റുകയാണ്. ഇപ്പോൾ സമയം എത്രയാണ്? 7 PM അല്ലേ? മിനിറ്റ് സൂചി ക്ലോക്കിനെ ഇപ്പോൾ 5 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞു അല്ലേ? അതായത് 2 PM മുതൽ 7 PM വരെയുള്ള സമയ ദൈർഘ്യം 5 മണിക്കൂർ അല്ലേ കൂട്ടുകാരെ? മിനിറ്റ് സൂചി വീണ്ടും ക്ലോക്കിനെ ഒരു പ്രാവശ്യം ചുറ്റുകയാണ്. ഇപ്പോൾ സമയം 8 PM. മിനിറ്റ് സൂചി ക്ലോക്കിനെ എത്ര പ്രാവശ്യം ചുറ്റി? 6 പ്രാവശ്യം അല്ലേ? അപ്പോൾ 2 PM മുതൽ 8 PM വരെയുള്ള സമയ ദൈർഘ്യം എത്രയാണ്? 6 മണിക്കൂർ അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരെ, മിനിറ്റ് സൂചി വീണ്ടും ക്ലോക്കിനെ ഒരു പ്രാവശ്യം ചുറ്റുകയാണ്. ഇപ്പോൾ സമയം 9 മണി അല്ലേ? മിനിറ്റ് സൂചി 7 മണിക്കൂർ ക്ലോക്കിന് വലം വെച്ച് കഴിഞ്ഞു. അപ്പോൾ 2 PM മുതൽ 9 PM വരെയുള്ള സമയ ദൈർഘ്യം 7 മണിക്കൂറല്ലേ? കൂട്ടുകാരെ,
രണ്ടാമത്തെ ഷിഫ്റ്റ് അവസാനിക്കുന്ന സമയം 9:30 PM ആണല്ലോ. അപ്പോൾ മിനിറ്റ് സൂചി ഇനി ഒരു പ്രാവശ്യം കൂടി ക്ലോക്കിനെ ചുറ്റേണ്ടതുണ്ടോ? ഇല്ല അല്ലേ, 30 മിനിറ്റ് ദൂരം മാത്രം പോയാൽ മതി. കൂട്ടുകാരെ, ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോൾ സമയം 9:30 PM. രണ്ടാമത്തെ ഷിഫ്റ്റ് അവസാനിക്കുന്ന സമയം. അപ്പോൾ 2 PM നിന്നും 9:30 PM വരെയുള്ള സമയദൈർഘ്യം എത്രയാണ് കൂട്ടുകാരെ? 7 മണിക്കൂറും 30 മിനിറ്റും അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഷിഫ്റ്റിന്റെ സമയം 7 മണിക്കൂറും 30 മിനിറ്റുമാണ് അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരെ, ഒന്നാമത്തെ ഷിഫ്റ്റിലെ പ്രവർത്തന സമയം എത്രയായിരുന്നു? 8 മണിക്കൂർ അല്ലേ? നമുക്കിപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഷിഫ്റ്റുകളിലെ പ്രവർത്തന സമയങ്ങൾ അറിയാം. അപ്പോൾ ഫാക്ടറിയുടെ ആകെ പ്രവർത്തന സമയം എത്രയായിരിക്കും? എങ്ങനെ കാണും? ഒന്നാമത്തെയും രണ്ടാമത്തെയും ഷിഫ്റ്റുകളിലെ പ്രവർത്തന സമയങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ? അതായത് 8 മണിക്കൂർ അധികം 7 മണിക്കൂർ 30 മിനിറ്റ്. ആദ്യം നമുക്ക് മിനിറ്റുകൾ തമ്മിൽ കൂട്ടി നോക്കാം. ആകെ എത്ര മിനിറ്റ്? 30 മിനിറ്റ്. ഇനി മണിക്കൂറുകൾ തമ്മിൽ കൂട്ടാം. 8 മണിക്കൂർ അധികം 7 മണിക്കൂർ 15 മണിക്കൂർ അല്ലേ? അപ്പോൾ ഫാക്ടറിയുടെ ആകെ പ്രവർത്തന സമയം 15 മണിക്കൂർ 30 മിനിറ്റ് അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരെ, ഇത്തരത്തിലുള്ള സമയവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പ്രശ്നങ്ങൾ കൂട്ടുകാർ നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കി വീട്ടിൽ വെച്ച് പരിശീലിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.